HPR അഥവാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് രജിസ്ട്രി. ഇത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നേഴ്സസ്, ഫാർമസിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടലാണ്. ഇതിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ NHPR.abdm എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഇതിൽ ആദ്യത്തെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ ലോഗിൻ ഓർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നമ്മൾ ആ ക്യാപ്ച കോഡും ഫില്ല് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പുതിയതായിട്ടുള്ള ഒരു യൂസർ ആണെങ്കിൽ രജിസ്റ്റർഡ് യൂസർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അതിലുള്ള ഡിക്ലറേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അത് അഗ്രി കൊടുത്ത് അവിടുത്തെ ക്യാപ്ച കോഡും ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ അവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അടുത്തതായി ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ID യും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ മൊബൈൽ നമ്പർ നമ്മുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, വെരിഫൈ ചെയ്യുക. ശേഷം നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരുന്നതായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നും സബ് ഡിസ്ട്രിക്റ്റ് ഏതാണെന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമ്മുടെ റോൾ എന്താണെന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. അതിൽ നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റോൾ ഏതാണെന്ന് ചൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമുക്ക് പുതുതായിട്ടൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൺഫേം പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഏതൊക്കെ ലാംഗ്വേജ് സ്പോക്കൺ ചെയ്യും എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ആദ്യം തന്നെ രജിസ്റ്റർ വിത്ത് കൗൺസിൽ എന്ന് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏത് കൗൺസിലുമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന ഓപ്ഷൻ കാണും. അതിൽ കേരള ആണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ഫസ്റ്റ് രജിസ്ട്രേഷൻ അവിടെ നമ്മുടെ ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ പെർമനൻ്റ് ആണോ റിന്യൂവൽ ആണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ റിന്യൂവൽ ക്ലിക്ക് ചെയ്യുക. ശേഷം രജിസ്ട്രേഷൻ വാലിഡിറ്റിയിൽ ഈ വർഷം വരെ നമ്മൾ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടുണ്ടെങ്കിൽ 31 ഡിസംബർ 2026 എന്ന് എൻ്റർ ചെയ്യുക. ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം 5 MB താഴെയുള്ള ഫയലായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോഴേക്കും നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ കൺട്രി ഓഫ് ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിഗ്രി ആണോ ഡിപ്ലോമ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം കൺട്രി എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, നമ്മൾ പഠിച്ച കോളേജ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ പാസിംഗ് മന്ത് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, ഇയർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അഡീഷണൽ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ വർക്കിംഗ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ അത് എസ് കൊടുക്കുക. നോ ആണെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്തുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യാത്തതെന്നുള്ള ഓപ്ഷൻസ് അതിനകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. എസ് ആണെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേച്ചർ ഓഫ് വർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഫാർമസിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വർക്ക് സ്റ്റാറ്റസ് എന്താണെന്ന് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ പ്ലേസ് ഓഫ് വർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫെസിലിറ്റിയുടെ പേരും നമ്മുടെ സ്റ്റേറ്റും അതിനുശേഷം ഡിസ്ട്രിക്റ്റും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ പ്രൊഫൈൽ പബ്ലിക്ലി വിസിബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനിലായിരിക്കും കാണാൻ കഴിയുന്നത്. ഇത് പ്രൈവറ്റ് ആക്കണം എന്നുള്ളവർക്ക് ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഷോ മൈ ഡീറ്റെയിൽസ് ടു പബ്ലിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പ്രൈവറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ സൈൻ ആൻഡ് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ആവുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് കുറേ സമയമായിട്ടും ഈ പേജ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് തൊട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെയെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് ഓൾറെഡി എൻ്റഡ് ആയിരിക്കും. അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പോവുക. ലാസ്റ്റ് നമ്മുടെ പ്ലേസ് ഓഫ് വർക്ക് എൻ്റർ ചെയ്ത സ്ഥലത്ത് മാത്രം നമ്മൾ വീണ്ടും പ്ലേസ് ഓഫ് വർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് സൈൻ ആൻഡ് സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഗെറ്റ് ഒ ടി പി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആധാർ കാർഡായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി നമ്മളവിടെ കൃത്യമായി എൻട്രി ചെയ്ത് കൊടുത്ത് ആ ഡിക്ലറേഷനും വായിച്ച് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചൊന്ന് ലോഡായിട്ട് ഇങ്ങനെ ഒരു PDF ഫോമാറ്റിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കിട്ടുന്നതായിരിക്കും. നമുക്ക് ലഭിച്ചിട്ടുള്ള HPIR ID നമുക്ക് ആ PDF കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വെരിഫിക്കേഷൻ പെൻഡിങ് എന്നായിരിക്കും കാണാൻ കഴിയുന്നത്. അത് നമ്മുടെ കൗൺസിലിൽ നിന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം വെരിഫൈഡ് ആയിട്ട് മാറുന്നതായിരിക്കും.